പൂതനയുടെ ഡെത്തിൽ മരിക്കുന്ന സമയത്ത് ശ്വാസം വന്ന സമയത്ത് നമ്മൾ വളരെയധികം നിശ്ചലമാകുകയും ആ മൂക്കുത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ അത് അനങ്ങി അതങ്ങ് നിൽക്കും. നമ്മളൊരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല. കാര്യം ആ സമയത്ത് നമ്മുടെ ബ്രീത്ത് ഞാൻ അറിയാതെ തന്നെ നമ്മൾ പിടിച്ചിരിക്കാം. അതുകൊണ്ടാണ് അത് നിന്ന്. അപ്പോൾ എന്നെ ഈ സിനിമ കണ്ട പലരും എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അത്രയും വളരെ കെയർഫുള്ളായിട്ടാണ് ലാൽ അത് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. കാര്യം ആ ശ്വാസം നിൽക്കുന്ന സമയത്ത് അങ്ങ് മറിഞ്ഞു വീഴുകയാണ്. പക്ഷേ ആ ശ്വാസം നിൽക്കുന്ന സമയത്ത് ആ നമ്മൾ ഇട്ടിരിക്കുന്ന ആ മൂക്കുത്തിയുടെ ഒരു താഴെയാണ് ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്, അത് നിന്നു. അപ്പോൾ ബാക്കി നിശ്ചലമായി. പിന്നെ ഇത് മാത്രമാണെങ്കിൽ പിന്നെ അത് നിന്നു. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഡെത്ത് എന്നുള്ള സാധനമാണ് വന്നിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അഭിനയ പാടവത്തിന് ഒരു വലിയൊരു ഓസ്കർ അവാർഡിന് കൊടുക്കാൻ തോന്നുന്ന മാതിരി എനിക്ക് തോന്നുന്നു. കാരണം കഥകളി പഠിക്കാതെ ഏറ്റവും നല്ലോണം കഥകളി പഠിച്ച ഒരു ആശാൻ്റെ മാതിരി അഭിനയിക്കാൻ കഴിഞ്ഞതുണ്ടല്ലോ, അതൊരു ഉന്നതമായിട്ടുള്ളൊരു കലാകാരൻ മാത്രമേ സാധിക്കുള്ളൂ. അത് മോഹൻലാൽ അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അത് വളരെ മനസ്സിൽ എനിക്കും ടച്ച്. ബിക്കോസ് ഞാനൊരു കഥകളിക്കാരനാണ്. അപ്പോൾ എനിക്കറിയാം ഈ കഥകളി അഭിനയിക്കുന്ന സമയത്തും ആ മുദ്രകൾ പിടിക്കുന്ന ശൈലികളും അതൊക്കെ അതിനൊരു എത്രയോ കാലത്തെ പഴക്കമുണ്ടായാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ഇതൊക്കെ ഇളക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എത്രയോ പ്രാക്ടീസ് ചെയ്താലേ കഴിയുള്ളൂ. അപ്പോൾ അതിൽ അത്രത്തോളം ആ ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് മോഹൻലാൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കംപ്ലീറ്റായിട്ടൊരു കഥകളി ആശാൻ്റെ ഒരു പാത്രത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള കഴിവ് മോഹൻലാലിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്.